الحمد لله رب العالمين الذي بعث رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസികളെ സത്താവും പരിപാലകനുമായ അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നടത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്നതിലാണ് ഈ ലോകത്തും പരലോകത്തും നമുക്ക് സമാധാനവും രക്ഷയുമുള്ളത് എന്നതിനാൽ ആ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും ഈമാനോടുകൂടി ഈ ലോകത്തോട് യാത്ര പറയുവാനും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു പോവുകയും ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്യുമ്പോൾ പല രൂപത്തിൽ ഈ വിഷയത്തെ സമീപിക്കുന്ന ആളുകളുണ്ട്. എങ്കിൽ അതൊരു ആഘോഷമാക്കി കളയാം. ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാൽ ആഘോഷിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ധാരണ എന്താണ്? യഥാർത്ഥത്തിൽ ആഘോഷമാക്കി മാറ്റേണ്ടുന്ന ഒന്നാണോ? ഒരു പുതിയ വർഷം ലഭിച്ചു എന്ന അർത്ഥത്തിലാണ് ആഘോഷമെങ്കിൽ ആ ആഘോഷങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ ചിന്തക്ക് വിഷയീഭവിക്കേണ്ട ഒന്നാണ് ഒരു വർഷം നഷ്ടപ്പെട്ടു എന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖമായ ഒരു പത്രത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതന്റെ ലേഖനമുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം മലയാളി സമൂഹത്തോട് ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. അഥവാ നമ്മുടെ കയ്യിലുള്ള ഒരു സമ്പാദ്യവും ഒരു ഈടുവെപ്പും നഷ്ടപ്പെടാതെ ഒരു തരിമ്പ് പോലും നമ്മുടെ കയ്യിൽ നിന്നും അത് ചോർന്നു പോകാതെ നമ്മൾ കാത്ത് സൂക്ഷിച്ചു വെക്കുന്നു. അത് നമ്മുടെ പണമായിരുന്നാലും മറ്റ് സാമ്പത്തിക വിഭവങ്ങളായിരുന്നാലും ആരോഗ്യമായിരുന്നാലും ഒക്കെ. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് നമുക്ക് അള്ളാഹു നൽകിയ ആയുസ് എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത്. അത് അനാവശ്യമായി ചോർന്നു പോകാതെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെക്കുന്നവർ, അതിൽ കരുതലായി കാത്തു സൂക്ഷിക്കുന്നവർ എത്ര പേരുണ്ടാകും എന്നാണ് ആ ചോദ്യം. അത് പ്രസക്തമായൊരു ചോദ്യമാണ്. പലപ്പോഴും നമ്മളെല്ലാം അശ്രദ്ധമായി തീരുന്ന ഒരു മേഖലയാണ്. ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ ഇങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റേ അർത്ഥം ഒരു വർഷം കൊഴിഞ്ഞുപോയി. എന്നാ കലണ്ടർ നോക്കിയതെന്ന് നമ്മളോട് തന്നെ ഒരു ആത്മകഥം എന്നോണം ചോദിച്ചാൽ നമ്മൾ പറയും അതിപ്പോ എന്നായിരുന്നു, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം തൂക്കിയതുപോലെ.
സംഗതി പുതിയ കലണ്ടർ കയറി, പഴയ കലണ്ടർ ആ പുതിയ കലണ്ടറിന്റെ അടിയിലായി, അല്ലെങ്കിൽ അത് നമ്മുടെ തൂക്കി വിൽക്കാനുള്ള പത്രക്കെട്ടുകൾക്കിടയിലേക്ക് കയറി. ഒരു വർഷമാണ് കയറിയത്. നമ്മുടെ കൺവട്ടത്ത് നിന്നും അത് മറഞ്ഞുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി പല സ്ഥലങ്ങളിൽ നമ്മൾ ഉപദേശിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ യുവതലമുറ ഈ വർഷത്തെ സ്വീകരിച്ച് എന്നതിന്റെ അത്ഭുതകരമായ വീഡിയോകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1-2 ദിവസമായി ലക്കും ലഗാനുമില്ലാതെ ബോധം മറഞ്ഞു പോകുന്ന രൂപത്തിൽ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് മദ്യപിച്ച് തന്റെ കാമുകിയുമായി പരസ്യമായി നട്ടം തിരിയുകയും രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പരസ്യമായി തെരുവിൽ ചെയ്യുകയും അതൊക്കെ ചെയ്തു കൂട്ടുകയും ചെയ്യലാകുന്നു പുതിയ വർഷത്തെ വരവേൽക്കുക എന്നത് സാമാന്യേന നമ്മുടെ സമൂഹം അംഗീകരിച്ച മട്ടിലാണ്. അത് നേരത്തെ ഉണ്ടായിരുന്നത് മെട്രോപൊളിറ്റൻ സിറ്റികളിലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിന്റെ നഗരാന്തരങ്ങളിലേക്ക് ആ സംസ്കാരം അല്ലെങ്കിൽ ആ സംസ്കാര ശൂന്യത പതുക്കെ പതുക്കെ അരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളൊക്കെ അതിന്റെ ഭാഗമായി മാറുകയാണ്. പുതുവർഷ ആഘോഷങ്ങളുടെ രാത്രിയിൽ ദീപാലങ്കാരങ്ങൾ നിർത്തി പരമാവധി ആഘോഷമയമാക്കി അന്തരീക്ഷത്തിൽ രാത്രി 12 മണിയാകുമ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കുന്ന ഒരു പരിപാടി പല സ്ഥലങ്ങളിലുണ്ട്. മുമ്പൊക്കെ അത് ഗോവ പോലെയുള്ള മുംബൈ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതൊക്കെ നമ്മുടെ നാടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിളക്കുകളും ആ സൂചി മാറിയിട്ട് 2024-25 കടക്കുന്ന ആ ഒരു മുഹൂർത്തമുണ്ടല്ലോ, ആ മൈക്രോ സെക്കൻഡ്, അപ്പൊ ഏതാനും നിമിഷങ്ങൾ എല്ലാ വിളക്കുകളും അണക്കുകയും അതിന് സാക്ഷികളാകാൻ ആയിരക്കണക്കിന് യുവതി യുവാക്കൾ ഒരുമിച്ച് കൂടുകയും ആ കൂരിരുട്ടിൽ ആർക്കും എന്തും ചെയ്യാനാണ്. അങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ യുവതി യുവാക്കളും പങ്കാളികളാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് കൂത്താടി ബോധം നഷ്ടപ്പെട്ട് മുമ്പത്തെ പോലെയല്ല, മാരകമായ ജീവിതത്തെ തന്നെ ആമൂലാഗ്രം ഗ്രസിക്കുന്ന ജീവിതത്തെ വലിയ അപകടത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന MDMA പോലെയുള്ള മാരകമായ മയക്കുമരുന്നുകൾ നമ്മുടെ ജില്ലയുടെ കേന്ദ്രങ്ങളിൽ പോലും ഇന്ന് സുലഭമാണ്. നമ്മുടെ വിദ്യാലയങ്ങൾക്ക് മുമ്പിലും പ്രൊഫഷണൽ കോളേജുകൾക്ക് മുമ്പിലും ക്യാമ്പസുകൾക്കകത്തും ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാലയങ്ങൾക്കകത്ത് പോലും ഇത് ലഭ്യമാകുന്ന, ഇത് ജീവിതത്തെ മുഴുവൻ കാർന്നു തിന്നുന്ന ഇതേപോലെയുള്ള മാരകമായ മയക്കുമരുന്നുകൾ. പലപ്പോഴും ഇതിന്റെയൊക്കെ ഉപയോഗം ആരംഭിക്കുന്നത് ഇങ്ങനെയുള്ള ആഘോഷവേളകളിലാണ്. മനുഷ്യന്റെ മസ്തിഷ്കത്തെ അപകടകരമായ രൂപത്തിൽ ഗ്രസിച്ച് കളയുന്ന സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് ഇന്ന് യുവതലമുറയിൽ വ്യാപകമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി അധ്യാപകരും രക്ഷിതാക്കളും അതേപോലെ തന്നെ യുവ സമൂഹവും ഒക്കെ മനസ്സിലാക്കാം. ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് നമ്മുടെ മസ്തിഷ്കത്തിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അതിനെ ഇത് കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. MDMA ഒക്കെ ഉപയോഗിക്കുന്ന ഒരാൾ 1/2 മണിക്കൂർ കൊണ്ട് പിന്നെ അതിന്റെ മായാവലയത്തിലേക്ക് മാറി ഒരു 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രത്യേകമായ ഉന്മേഷം കിട്ടുന്ന, മനുഷ്യന്റെ സ്വാഭാവികമായ ദയ, കാരുണ്യം, സന്തോഷം, അതേപോലെ ദുഃഖം, മനുഷ്യന്റെ എല്ലാ വിചാരങ്ങളെയും നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ അവസ്ഥയെ ഈ മയക്കുമരുന്ന് ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് വരെ അയാൾ മാറും. അത് ഉപയോഗിക്കുന്ന ഒരാള് 3 വർഷത്തിനകം മരണത്തിന് കീഴടങ്ങുമെന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. അത്ര മാരകമായ, വായയിലുള്ളത് കഴിക്കുന്ന ആളുടെ പല്ലുകൾ മുഴുവൻ തുരുമ്പി പോകുന്നത് കൊണ്ടാണ് ഇത് മൂക്കിലൂടെ ഒക്കെ വലിച്ചു കയറ്റുന്നത്, പുകയായി ഒക്കെ വലിച്ചു കയറ്റുന്നത്. നമ്മുടെ യുവതലമുറയെ
നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുകയും അവരെ ഉപദേശിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. വരാനിരിക്കുന്ന ലോകം ഓരോ പുതിയ വർഷവും കടന്നു വരുമ്പോ അങ്ങനെയുള്ള പുതിയ പുതിയ തിന്മകളിലേക്ക് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന സാമൂഹികമായ പരിസരം നിലനിൽക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. വിശ്വാസികളെ സംബന്ധിച്ച് അവരെങ്ങനെയാണ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് അവർ ധൃതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാകും. എത്രയാണ് ആയുസ് എന്ന് അറിയില്ല. ആ സഞ്ചാരത്തിനിടയിൽ ജീവിതത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അവിടെ വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം സംഭവിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറഞ്ഞത് ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അള്ളാഹു ഞങ്ങൾക്ക് എന്താണോ അവൻ തീരുമാനിച്ചു വെച്ചത് അത് സംഭവിക്കും. ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അള്ളാഹു ആണ് ഞങ്ങളുടെ സഹായി. വിശ്വാസികളായ ആളുകൾ ആ അള്ളാഹുവിലാണ് തവക്കുലാക്കുന്നത്. അത് ജീവിതത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടരാണ്. അപ്പൊ പഠിച്ചോനിപ്പോ നമ്മളെ എന്താണെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ഞാൻ അധ്വാനിക്കുന്നില്ല, ഞാൻ പരീക്ഷയിൽ ജയിക്കണോ തോൽക്കണോ എന്ന് പഠിച്ചോൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ജീവിതത്തിൽ എന്താകണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമുണ്ടല്ലോ. ഞാൻ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്ന് പഠിച്ചോൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെയായാലും എന്താന്ന് ചോദിക്കലല്ല. വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. അള്ളാഹു ത്രികാലജ്ഞാനിയായതുകൊണ്ട് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നമ്മൾ എന്തായി തീരുമെന്നും അള്ളാഹുവിന് നേരത്തെ അറിയാം. കുന്നിന്റെ മുകളിൽ നിൽക്കുന്ന ഒരാളെ സങ്കല്പിച്ച് നോക്കൂ നിങ്ങൾ. പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണമാണ്. ഒരു കുന്നിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് കുന്നിന്റെ മുകളിൽ എന്താണെന്നും കാണൂല, ഇപ്പുറത്ത് എന്താണെന്നും കാണൂല. കുന്നിന്റെ ഉച്ചിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് കുന്നിന്റെ മുകൾ ഭാഗവും കാണാം, അപ്പുറവും കാണാം, അപ്പുറവും കാണാം. പടച്ച തമ്പുരാനെ സംബന്ധിച്ച് ഭൂതം, ഭാവി, വർത്തമാനം എന്ന ഒന്നില്ല. അതൊക്കെ മനുഷ്യന്റെ ചിന്താപരമായ പരിമിതികളാണ്. നമുക്കങ്ങനെ കുറെ പരിമിതിയുണ്ട്. ആകാശലോകത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, താരാപഥങ്ങൾ, നക്ഷത്ര സമൂഹങ്ങൾ, അതിനപ്പുറം എന്താ പിന്നെ ഇങ്ങനെ പോയാൽ കുറെ എന്താ, പിന്നെ ഒരു ഇരുട്ട്, അതിനപ്പുറം എന്താ, അതിന്റെ അപ്പുറം എന്താ, നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ അതിനെ ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അനന്തത എന്ന് പറഞ്ഞൊരു പദം കൊണ്ട് നമ്മൾ തൽക്കാലം അവിടെ നമ്മുടെ ബുദ്ധിയെ സമാധാനിപ്പിക്കുക. അതിനപ്പുറം എന്താ? മനുഷ്യന്റെ പരിമിതിയാണ്. ഒരു വിമാനം നമ്മൾ ഇങ്ങനെ കാണുമ്പോ കുറെ കഴിയുമ്പോ ആ വിമാനം അപ്രത്യക്ഷമാകുന്നത് കൊണ്ട് നമ്മുടെ കാഴ്ചയുടെ പരിധി അവിടെ അവസാനിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ആകാശം ഇങ്ങനെ വട്ടത്തിൽ കാണുന്നത്. എല്ലായിടത്തും ഒരേ ദൂരെ കാണാൻ കഴിയണമെന്നുള്ളതാണ്. ആകാശം വട്ടത്തിലല്ലല്ലോ. ഇതൊക്കെ മനുഷ്യന്റെ പരിമിതികളാണ്. അപ്പൊ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തീരുമാനിച്ചു വെച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരാൾ പറയാണ് ഞാൻ പരീക്ഷയിൽ ജയിക്കണോ തോൽക്കണ്ടോ എന്ന് പഠിച്ചാൽ തീരുമാനിച്ചിരിക്കണല്ലോ, ഞാൻ പരീക്ഷ എഴുതുന്ന ഒരാൾ തീരുമാനിച്ചതിന്റെ അർത്ഥം അങ്ങനെ ചിന്തിച്ചിട്ട് പരീക്ഷ എഴുതാതെ തോൽക്കാനാണ് അവന്റെ വിധി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം അയാൾക്ക് നൽകുകയും അയാളുടെ കർമ്മങ്ങളെ അള്ളാഹു അയാളുടെ കർമ്മങ്ങൾക്കനുസൃതമായി നേരത്തെ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. ക്ലാസ്സിൽ അധ്യാപകൻ വന്നിട്ട് ഈ കുട്ടി തോൽക്കും, ഈ കുട്ടി ജയിക്കും, ഇവന് 80% മാർക്ക് വാങ്ങും, നിനക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടുന്നൊരു അധ്യാപകൻ പറഞ്ഞാല് അധ്യാപകൻ പറഞ്ഞുകൊണ്ടല്ല കിട്ടിയത്. പിന്നെ എങ്ങനെയാ കിട്ടിയത്? അധ്യാപകന് ആ കുട്ടിയെ കുറിച്ച് അറിയാന്നുള്ളതാണ്. പലപ്പോഴും ഇസ്ലാമിലെ വിധിവിശ്വാസം മുസ്ലിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതിലൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അള്ളാഹു ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്ന അള്ളാഹു. അതാണ് ഖുൽ, പ്രവാചകരെ പറയുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അള്ളാഹു ഞങ്ങൾക്ക് എന്താണോ രേഖപ്പെടുത്തി വെച്ചത് അത് സംഭവിക്കും. ഹുവ മൗലാന, അവനാകും ഞങ്ങളുടെ സഹായി. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ആ അള്ളാഹുവിൽ സത്യവിശ്വാസികൾ തവക്കുലാക്കുക. അപ്പൊ തവക്കുലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നുള്ള ഒന്ന്. നമ്മൾ വീട്ടിന്റെ ചുമരിലൊക്കെ തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എഴുതി വെക്കും. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിന്റെ മതിലുകളിൽ ആഴത്തിൽ നമ്മൾ കൊത്തിവെക്കേണ്ടുന്ന ഈമാനിന്റെയും ഇസ്ലാമിന്റെയും മുദ്രാവാക്യമാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ. വെറുതെ അങ്ങനെ ഒരു അലങ്കാരമല്ല. തവക്കൽതു അലല്ലാഹ് എന്നുള്ള ബോർഡ് വണ്ടിയുടെ മുമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ട് ജാറങ്ങളിലും മഖബറുകളിലേക്കും ആ വണ്ടി കൊണ്ട് തവാഫ് ചെയ്യാൻ പോകുന്ന മുസ്ലിങ്ങളുണ്ട്. എന്ത് തവക്കൽതു അലല്ലാഹ്? ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടോ ഈ കൗമിന്? തവക്കൽതു അലല്ലാഹിന്റെ അർത്ഥമൊന്നുമല്ല എന്റെ ജീവിതത്തിൽ തകർന്നു പോകാത്ത, പൊട്ടിപ്പോകാത്ത, വിള്ളല് വീഴാത്ത
കാലഭേദമില്ലാത്ത ഒരു അത്താണിയുണ്ട്. അതെന്റെ അമ്മി ബാപ്പയല്ല, അവര് മരിച്ചു പോകും. എന്റെ ഭാര്യയും എന്റെ ഭർത്താവുമല്ല, എന്റെ മക്കളല്ല, എന്റെ അമ്മാവന്മാരും എളാപ്പമാരുമല്ല, എന്നെ പഠിപ്പിച്ച പണ്ഡിതന്മാരല്ല, ഏതെങ്കിലും ഖാജയോ കോജയോ അല്ല. അതൊക്കെ കാലയവനികക്കുള്ളിൽ മറഞ്ഞു പോകും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാകുന്നു, എല്ലാത്തിനും കഴിവുള്ളവൻ. ആ പടച്ചവനിൽ തവക്കുലാക്കി മുന്നോട്ട് പോവുക എന്നത് ഒരു പുതിയ വർഷം കടന്നു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ കൂട്ടിൽ നിന്ന് പറന്നു പോകുന്ന ഒരു പക്ഷിയെ പോലെയാകുന്നു. ആ പക്ഷിക്കറിയില്ല ആ പക്ഷിയുടെ ഭക്ഷണം എവിടെയാണ്. ആ പക്ഷിയെ ആരും കല്യാണത്തിന് സൽക്കാരത്തിനൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ ആ പക്ഷി വൈകുന്നേരം തിരിച്ചു വരുമ്പോ തനിക്കും തന്റെ കുഞ്ഞുങ്ങൾക്കുമുള്ള ഭക്ഷണവുമായി തിരിച്ചു വരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ തവക്കുലാക്കുന്ന മനുഷ്യരുടെ ഉദാഹരണം പറഞ്ഞു. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഹദീദിലെ 22, 23 വചനങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആ ഒരു ജീവിതത്തിന്റെ തത്വശാസ്ത്രമാണ് പറയുന്നത്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർള്, ഈ ഭൂമിയിൽ ഒരു പരീക്ഷണവും സംഭവിക്കുന്നില്ല. വലാ ഫീ അൻഫുസിക്കും, നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ബസ് ഇങ്ങനെ മറിഞ്ഞിട്ട് ഒരു കുട്ടി അതിന് തെറിച്ചു പോയിട്ട് ആ ബസ്സിന്റെ അടിയിൽ പെടുകയാണ്. ബാക്കി കുട്ടികളൊക്കെ ബസ്സിനകത്ത്. ആ മരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ ആലോചിക്കുവാൻ പോലും കഴിയാത്തൊരു ദുരന്തം. ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഭൂമിയിൽ സംഭവിക്കുന്ന എന്താ? ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ, രേഖയിൽ അതൊക്കെയുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചത് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ ഖുർആൻ പറയുകയാണെന്ന് അറിയാം. എന്തിനാ ഖുർആൻ അത് പറഞ്ഞത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ വല്ലാതെ സന്തോഷിച്ച് ചാടിക്കളിക്കണ്ട. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആർമാദിച്ച് അതിന്റെ അതിരുകൾ വിടേണ്ടതില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ അമിതമായി ദുഃഖിക്കുകയും വേണ്ട. ഒക്കെ പഠിച്ചവന്റെ തീരുമാനമാണ്. അത് മനസ്സിനോട് പഠിപ്പിച്ചു നോക്കൂ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു കുട്ടി ഇങ്ങനെ മരിച്ചിട്ട് നമ്മൾ കയ്യിൽ നിന്നിട്ട് പോകുമ്പോ ഖുർആൻ സൂറത്ത് ദഹർ പറയാണ്, സൂറത്തുൽ ഇൻസാൻ അല്ലെങ്കിൽ സൂറത്ത് ദഹർ, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. നാളെ സ്വർഗത്തിൽ പരിചാരകരായി സ്വർഗവാസികൾക്ക് സേവനം ചെയ്യുന്ന ബാലന്മാരും ബാലികമാരുമായി ഏതുപോലെ വിതറപ്പെട്ട മുത്തുമണികളെ പോലെ സ്വർഗത്തിൽ പരിചാരകരായി ഈ മക്കൾ ഉണ്ടാകും. അതൊരു വിശ്വാസിയുടെ വലിയ ആശ്വാസം തന്നെയാണ്. കയ്യിൽ നിന്ന് ഊർന്നു പോകുന്ന ആ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ നാളെ സ്വർഗത്തിൽ കാണാൻ കഴിയുമെന്ന ആ വിശ്വാസം ഉണ്ടല്ലോ, അതാണ് തവക്കുൽ എന്ന് പറഞ്ഞത്. അതൊരു വിശ്വാസിക്കുള്ളതാക്കാൻ കിട്ടുക. ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅൻ മൻസൂറ വഇദാ റഅയ്ത തമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ദഹ്റിന്റെ അവസാന ഭാഗത്ത് അത് മനോഹരമായി വിശദീകരിക്കുന്നു. കാണാൻ കഴിയും. അങ്ങനെ പതറാത്ത തവക്കുൽ ബോധമുള്ള ഒരു മനസ്സിന്റെ ഉടമകളായി മുന്നോട്ട് പോകുവാൻ കഴിയണമെന്നാണ്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖാല റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ റസൂലൻ വജബത് ലഹുൽ ജന്ന. എന്റെ മതം ഇസ്ലാമാണ്, എന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയാകുന്നു, ഞാൻ അള്ളാഹുവിനെ എന്റെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നൊരാൾ പ്രഖ്യാപിക്കുന്നതോടുകൂടി അയാൾക്ക് സ്വർഗം ഉറപ്പായി. അത് വാക്കുകൊണ്ട് പറയുന്നത് മാത്രമല്ല, ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയുള്ള ആളുകൾക്ക് ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ സാധിക്കും എന്ന് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോ അങ്ങനെ വിശ്വാസത്തെയും ഈമാനിനെയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും സൽക്കർമ്മങ്ങളിൽ മുൻകടക്കുവാനും ഖുർആൻ പ്രയോഗം, രണ്ട് പ്രയോഗങ്ങൾ, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അവന്റെ സ്വർഗത്തിലേക്കും മുൻകടന്നു വരികയും. ഒരു നന്മ നാളെ ചെയ്യാന്നല്ല, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാന്നല്ല, എല്ലാവരും എത്ര കൊടുക്കുന്നത് നോക്കിയിട്ട് കൊടുക്കാന്നല്ല, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യും. വേറെ സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ വേഗത്തിൽ വരിക, നന്മയിലേക്ക് വേഗത്തിൽ വരിക.
സുബഹി നമസ്കാരത്തെക്കുറിച്ച്, ഇശാ നമസ്കാരത്തെക്കുറിച്ച്, അസർ നമസ്കാരത്തെക്കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞെടുത്ത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഈ ആയത്തുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. മുൻകടന്നു വരിക. എത്ര സുബഹി ജമാഅത്തുകളാണ് നമുക്ക് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടത്? എത്ര അസർ നമസ്കാരങ്ങളാണ് നഷ്ടപ്പെട്ടത് ജമാഅത്തായിട്ട്? എത്ര ഇശാ നമസ്കാരങ്ങളാണ്? ഈ ഇശാ നമസ്കാരത്തിനും സുബഹി നമസ്കാരത്തിനൊക്കെയാണ് പലപ്പോഴും എല്ലാ മഹലിലും ആള് കുറയുക. എന്നാൽ എല്ലാ മഹലിലും എല്ലാവരും വീട്ടിലുണ്ടാവുന്ന 2 നിസ്കാരമാണ്. അപ്പൊ നമ്മൾ അവിടെ മുൻകടന്നു വന്നിട്ടില്ല. സുബഹി ജമാഅത്തിന്റെ പ്രാധാന്യം, ഇശാ നമസ്കാരത്തിന്റെ പ്രാധാന്യം, ജമാഅത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ മുട്ടിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും നിങ്ങൾ വരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രമേൽ ശ്രേഷ്ഠമായ നമസ്കാരങ്ങളെ കുറിച്ച് മുൻകടന്നു വരാൻ, നന്മയിൽ മുൻകടക്കുക. ഞാൻ ഏതായാലും ജുമാക്ക് പോകണ്ടല്ലോ, ഞാൻ ഏതായാലും കിട്ടുമ്പോഴൊക്കെ ജമാഅത്തിന് പങ്കെടുക്കുന്നുണ്ടല്ലോ എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഹദീസിൽ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ദീർഘമായ ഒരു ഹദീസിൽ പറയുന്ന ഒരു സംഭവം, റസൂലുള്ളാഹി സ്വപ്നം കണ്ടതും ആകാശ ലോകത്തേക്ക് ജിബ്രീലിന്റെ കൂടെ ഇങ്ങനെ പോയതൊക്കെ പറയുന്ന ആ സംഭവത്തിൽ വലിയൊരു സമൂഹത്തെ കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു അതെന്റെ സമൂഹമായിരിക്കും. അപ്പൊ ജിബ്രീൽ റസൂലുള്ളാഹിയോട് പറയുന്നുണ്ട്, അത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമുദായമാകും. പിന്നെയും മുകളിലേക്ക് നോക്കാൻ പറയും. അപ്പോൾ ചക്രവാളം മുട്ടെ വലിയൊരു സമൂഹത്തെ ഞാൻ കണ്ടു. എന്നോട് പറയപ്പെട്ടു അതെന്റെ സമൂഹമാകുന്നു. ആ സമൂഹത്തിൽ നിന്ന് 70,000 ആളുകൾ ഒരു കറക്ക് ചോദ്യമില്ലാതെ, അള്ളാഹുവിൽ നിന്നുള്ള പ്രയാസകരമായ വിചാരണയില്ലാതെ നേരെ സ്വർഗത്തിൽ കടക്കുന്ന 70,000 ആളുകൾ ആ കൂട്ടത്തിലുണ്ട് എന്ന് നബി പറഞ്ഞിട്ട് നബി സദസ്സന്ന് പോയി. അപ്പൊ സഹാബികൾ ഭയങ്കര ചർച്ചയായി, ആരായിരിക്കും 70,000 ആളുകൾ? അപ്പൊ ചില സഹാബികൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ പ്രവാചകന്മാരായിരിക്കും, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ മരിച്ചുപോയ കുട്ടികളായിരിക്കും. ചർച്ച ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചിങ്ങോട്ട് വന്നത്, നബിന്റെ വീടും പള്ളി അടുത്താണോ? അപ്പൊ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഇങ്ങനെ നബിയെ 70,000 ആളുകൾ പഠിച്ചവന്റെ വിചാരണ ഞാൻ സ്വർഗത്തിൽ കിടക്കുന്ന മഹാഭാഗ്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു, ആരാണ് 70,000 ആളുകൾ? അവര് ഈ ലക്ഷണം നോക്കാത്ത ആളുകൾ, അതേപോലെ തന്നെ ദുർമന്ത്രം നടത്താത്ത ആളുകൾ, അതേപോലെ തന്നെ തയ്യറു എന്ന് പറഞ്ഞാൽ പക്ഷികളൊക്കെ വെച്ചിട്ടുള്ള ഈ പക്ഷിശാസ്ത്രമുണ്ടല്ലോ, ലക്ഷണം നോക്കൽ ഇതിനെ പറയും. അങ്ങനെ ഭാഗ്യനിർഭാഗ്യങ്ങൾ പരീക്ഷിച്ച് അങ്ങനെയുള്ള ദുഷ്പ്രവർത്തികളിലേക്കൊന്നും പോകാതെ പൂർണ്ണമായും അള്ളാഹുവിൽ തവക്കുലാക്കുന്ന 70,000 ആളുകളാകുന്നു. അങ്ങനെ സ്വർഗത്ത് പോവാന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് ഒരു സഹാബി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ആ കൂട്ടത്തിൽ എന്നെയും കൂടി പെടുത്താൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖാശത്ത് ഇബ്നു മുഹ്സിൻ എന്ന് പറയുന്ന സഹാബിയാണ്, ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്, ബദറിൽ പങ്കെടുത്ത പ്രമുഖനായ സഹാബിയാണ് ഉഖാശ എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖാശ, നീ ആ 70,000 ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമതൊരു സഹാബി കൂടി എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ, ഇന്നെയും കൂടി അതിൽ പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ഉഖാശ, ആ ചാൻസ് ഉഖാശ കൊണ്ടുപോയി, അത് കഴിഞ്ഞു. മറ്റു ചാൻസാ നന്മയിൽ മുൻകടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു. അപ്പോ സഹോദരങ്ങളെ, കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, വരാനുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരുമോ എന്നറിയില്ല. ഇപ്പോഴുള്ള ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വചനമുണ്ട്, അദ്ദുനിയാ സലാസ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാകുന്നു. ഒന്ന് കഴിഞ്ഞു പോയി, കയ്യിൽ നിന്ന് പോയി. അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, ഇസ്തിഗ്ഫാർ നടത്തിയിരിക്കാന്നേ ഉള്ളൂ. നാളെ അത് ലഅല്ലക തുദ്രികു, നിനക്കത് കിട്ടിയേ കിട്ടി, അത്രേ ഉള്ളൂ. അത് കയ്യിൽ വരാൻ സാധ്യതയുള്ളത്, കിട്ടുന്ന ഉറപ്പില്ല. അൽ യൗം ഫലക് ഫഅമൽ ഫീഹി, ഇപ്പോൾ ഈ ജീവിക്കുന്ന ഈ സമയം നിനക്കുള്ളതാണ്, അതിൽ നീ അധ്വാനിക്കുക എന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലഭ്യമായ സമയം ഉപയോഗപ്പെടുത്തി
നന്മയിൽ മുൻകടന്ന് വന്നുപോയ അപാകതകൾ അള്ളാഹുവോട് ഏറ്റുപറഞ്ഞ് ജീവിതത്തെ ധന്യമാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.